തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പരാതിയുമായിട്ടാണ് CPM വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹിയറിംഗിന് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ പരാതി? അതിലെന്താണ് മറുപടി കൊടുത്തത് കോർപ്പറേഷന്? അത്രയ്ക്കൊന്നുമില്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. അല്ല, അവർ പരാതിപ്പെടുന്നത് ഞാൻ അവിടുത്തെ സ്ഥിര താമസക്കാരിയല്ല, ഞാൻ ആ വാർഡിലുള്ള ആളല്ല, അപ്പോൾ എൻ്റെ വോട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേച്ചേന് അറിയാമോ? എൻ്റെ മാത്രമല്ല, ഞങ്ങൾ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാർക്കെതിരെയും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഈ വക പുലിവാലുകളുണ്ടാവുന്നു. അതാണ് ഈ ഉറുമീസ്. കാരണം ഇതിനു മുമ്പ് ലോക്സഭയിലൊക്കെ ഞാൻ വോട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പോഴൊന്നും വരാത്തൊരു പ്രശ്നം ഈ ഒരു കാൻഡിഡേറ്റ് ആയതിനു ശേഷം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അയ്യോ നിനക്ക് എന്താണ്? നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളത് പറഞ്ഞു, ഹിയറിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് 14-ാം തീയതി പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയാം വോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലൊക്കെ കയറി ഇറങ്ങണേ. ആസ് എ കാൻഡിഡേറ്റ് ഇനി 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യണം. എൻ്റെ വോട്ട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഇനി 2 ദിവസം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവരുദ്ദേശിക്കുന്നത് ആ ഒരു പരാജയ ഭീതിയിൽ അവർ ചെയ്യുന്നത് നമ്മളെ വർക്കൊന്ന് ലാഗാക്കുക, നമ്മളൊന്ന് പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഈ പറഞ്ഞ പോലെ ആ അഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന വീടാണ്, ഞാൻ കുഞ്ഞുനാൾ മുതൽ വളർന്നു വരുന്ന വീടാണ്, ഞങ്ങളുടെ കുടുംബ വീടാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ എൻ്റെ എല്ലാ ഐ ഡി പ്രൂഫും അതേ അഡ്രസ്സിൽ തന്നെയാണ് ഉള്ളത്. എൻ്റെ ലൈസൻസ് ആയിക്കോട്ടെ, ആധാർ ആയിക്കോട്ടെ, പാസ്പോർട്ട് എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ എന്തിനാ ആശങ്കപ്പെടണം? കാരണം എനിക്ക് കാണിക്കാൻ എൻ്റെ കയ്യിൽ പ്രൂഫുകളുണ്ട്. അപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഫൈറ്റ് ചെയ്തോട്ടെ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം.